നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യമേ, സത്യമായിട്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ മുഴുവൻ സത്യമാ. ഞാൻ ഈ പെൺകുട്ടി ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഇന്നലെയാ. പിന്നെ ഈ ഫോട്ടോകൾ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. എനിക്ക് നീതി നടപ്പാക്കി തരണം സത്യമേ. രോഹിത്തുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുമായി വന്നാൽ ഇതേ മണ്ഡപത്തിൽ വെച്ച് ഇതേ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തുമെന്ന സത്യമ്മ പറഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനും മാനത്തിനും വേണ്ടിയിട്ടുള്ള നിലവിളിയാണിത്. അതും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന സത്യമ്മയുടെ വീട്ടുപടിക്കൽ വെച്ച്. വാക്കാണ് സത്യമെന്ന് സത്യമ്മ പറയാറില്ലേ? സത്യമ്മ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിലേക്കായിരിക്കില്ല ഞാൻ പോകുന്നത്. രോഹിത് മറ്റൊരു പെൺകുട്ടിയുമായി ഒന്നിക്കുന്നതിന് മുൻപ് സുസ്മിത ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. ഇത്രയും പേർക്ക് മുന്നിൽ മാനം കെട്ടിട്ട് ഞാൻ എന്തിനു ജീവിക്കണം? സുസ്മിത, മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ട് എനിക്കൊരു താലിഭാഗ്യം വേണ്ട പാമാൻഡി. രോഹിത്തിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാ. ഈ ബന്ധം എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ സമാധാനിച്ചോളാം. അമ്മേ, ഇത് 3ാമത്തെ തവണ എന്റെ കുഞ്ഞ്. സരള എന്നോട് ക്ഷമിക്കണം. രോഹിത്, നീ അവിടെ പോയിരിക്കണം. സത്യമേ, സത്യമേ എന്തായി പറയുന്നത്? പറയുന്നതനുസരിച്ചാ മതി. അല്ലെങ്കിൽ സത്യഭാമ ആരാണെന്ന് നീ അറിയും. പോയിരിക്കട്ടെ അവിടെ. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട്. മോളിങ്ങോട്ട് ഇറങ്ങ്. ചെന്നിരിക്കടാ. സത്യഭാമയ്ക്ക് വാക്ക് തന്നെ ദൈവം. അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സത്യഭാമയില്ല. വാ. രോഹിത്തിനോട് ഇരിക്കാനാ പറഞ്ഞത്. മോനെ, സുസ്മിത ഇരിക്കും. അപ്പോ ചടങ്ങുകൾ തുടങ്ങാൻ തിരുമേനി. സത്യമേ, ഫോട്ടോ മോർഫ് ചെയ്തതിന്
5000 രൂപയാണ് ഈ കൊച്ചു എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നത്. അതിനുള്ള തെളിവ് എൻ്റെ മൊബൈലുണ്ട്. അല്ലെങ്കിൽ സ്റ്റുഡിയോയില കമ്പ്യൂട്ടർ പരിശോധിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് സത്യം മനസ്സിലാവും. ഇയാൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുണ്ട്. ഈ കുട്ടി പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായി. ഈ വീട്ടിലെ ഡ്രൈവറുടെ കൂടെയാണ് ആൽബം ഷൂട്ട്. അതുകൊണ്ട് ഞാൻ വിഷ്ണു ആശാനെ വിളിച്ച് വിവരം പറഞ്ഞു. ഇവിടുത്തെ ഫാമിലി ഫംഗ്ഷനെല്ലാം വർക്ക് ചെയ്യുന്നതിന്റെ നന്ദി ഞാൻ കാണിക്കണമല്ലോ. ഫാമിലി ഫോട്ടോഗ്രാഫറെ ആണോടി കഴുതേ അവിടെ ഉള്ള ഒരാളുടെ ഫോട്ടോ മോർഫ് ചെയ്യാൻ ഏൽപ്പിക്കുന്നേ? പറയുമ്പോ മൊത്തം പറയണോടി കൊരങ്ങേ. ഞാനിപ്പോ പുലിവാലി പിടിച്ചത് കണ്ടില്ലേ? ഇനിയും തെളിവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ 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 ഈ ഫോട്ടോ നോക്കിയേ. അപ്പൊ എല്ലാം മനസ്സിലാവുമല്ലോ. കണ്ട ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെയാ അത് നോക്കിയേ? എന്താടി അത്? ഭാമേ പിടിച്ച് പോലീസ് ഏൽപ്പിക്കും. ഇവിടെ ഒറ്റയ്ക്കാവില്ല, വേറെ ആളൊക്കെ ഉണ്ടാവും പിന്നില്. അതാരാണെന്ന് ഇവിടെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഇയാൾ എന്റെ പുക കണ്ടു അടങ്ങും. അതെന്തിനാ പോലീസ്? ഇവിടെ പോലീസും കോടതിയൊക്കെ ഈ സത്യഭാമയാ. സത്യഭാമയെ വിഡ്ഢിയാക്കാൻ നോക്കിയാലേ ഇവളും മറുപടി പറഞ്ഞേ തീരൂ. പറയിക്കമ്മേ, ഇതിന്റെ പിന്നിലെ സൂത്രധാര ആരാണെന്ന് ഈ പന്തലി വെച്ച് തന്നെ ഇവളെ കൊണ്ട് പറയിക്കണം. പറഞ്ഞോ നീ സത്യം? പറയടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.